അവന്റെ എല്ലാ സൽക്കർമ്മങ്ങളും വിഫലമായി. ഇതാണ് ശിർക്ക്. പക്ഷേ ആ ശിർക്ക് ഒരിക്കലും അല്ലാഹു വെറുക്കാത്ത പാവം എല്ലാ മുസ്ലിമിനും അറിയാം. പക്ഷെ ഒരു സ്വന്തം അമ്മയും വാപ്പിയും കാഫിറാണെങ്കിൽ വളരെ പ്രസിദ്ധമായ സംഭവമാണ്. ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിന് വേണ്ടി ജീവിതം പണയം വെച്ച ആളുകൾ ആ ഒരു സഹോദരി പ്രവാചകന്റെ അടുക്കൽ എന്ന് പറഞ്ഞു, നബിയെ, എന്റെ ഉമ്മ അവര് വിശ്വാസിയല്ല, വെച്ചാൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചരിത്രകാരന്മാർ പറയുന്നത് അത് വഴിക്കുള്ള ഉമ്മയാണ്, എന്താകട്ടെ, സ്വന്തം ഉമ്മാകട്ടെ അല്ലെങ്കിൽ മറ്റൊരു കുടുംബത്തിലുള്ള ഉമ്മയാകട്ടെ, അവരെന്റെ അടുക്കൽ വരുന്നു, താൻ അവർക്ക് സഹായം ചെയ്യാൻ പറ്റുമോ? സാധാരണ ചോദ്യമാണ്. പക്ഷെ മുസ്ലിമായ ഒരാളെ സംശയമായി അപ്പോ ഉമ്മക്ക് നിന്റെ മാതാവിനോടുള്ള എല്ലാ ബന്ധങ്ങളും ചേർക്കണം. അവർ പട്ടിണി കിടക്കാൻ അനുവദിക്കരുത്. അവർക്ക് ഉണ്ണാൻ, ഉടുക്കാൻ, അവർക്ക് എല്ലാ സഹായങ്ങളും ശുദ്ധ ഖുർആൻ പറഞ്ഞ ആയത്ത് എല്ലാവർക്കും ബാധകമാണ്. മനസ്സിലാക്കണം സഹോദരങ്ങളെ. അല്ലാഹു സ്വീകരിക്കുന്ന പ്രാർത്ഥനകളിൽ തൗഹീദില്ലാത്ത ഒരാളെ പ്രാർത്ഥനയാണ് അല്ലാഹു സ്വീകരിക്കുന്നത്. അല്ലാഹുവല്ലാതെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ മർദ്ദിക്കപ്പെട്ടു. ഒരു മുസ്ലിമാണ് അവനെ മർദ്ദിച്ചത്. മനസ്സിലാക്കണം. ഒരു മുസ്ലിമാണ് ഒരു അമുസ്ലിമിനെ മർദ്ദിച്ചത്. അകാരണമായി മർദ്ദിച്ചാൽ ആ അമുസ്ലിം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും അള്ളാഹുവും തമ്മിൽ ഒരു ഹിജാബുമില്ല, മറയുമില്ലാതെ അള്ളാഹു കബൂലാക്കും. നോക്കണം. സാമ്പത്തിക ഇടപാടെന്ന് വളരെ ക്രിസ്ത്യാനിയോടല്ലേ ഉള്ളവരോടല്ലേ അവൻ പ്രാർത്ഥന, അവന്റെ പ്രാർത്ഥന എന്താവും? രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും. മുസ്ലിമിന്റെ എതിരുള്ള പ്രാർത്ഥന അതുപോലെ തന്നെ അള്ളാഹു സ്വീകരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ആര്? മാതാപിതാക്കളുടെ പ്രാർത്ഥന. മാതാപിതാക്കൾ വെറുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മള് എന്നാണ് പ്രശ്നം. മനസ്സിലാക്കണം. ഇടക്കിടക്ക് നമ്മുടെ വീട്ടിലേക്കൊന്ന് വിളിക്കുമ്പോൾ നമ്മുടെ വാപ്പയും നമ്മുടെ ഭാര്യമാരൊക്കെ നമ്മളിവിടെ കൊണ്ടുവരികയും അവരുമായി നമ്മൾ അതുപോലെ ചുറ്റിനട്ടത്തിരിക്കും. എല്ലാ സുഖ സൗകര്യത്തിലും ആറാടുകയും ചെയ്യുമ്പോൾ നമ്മുടെ വാപ്പാനെ, നമ്മുടെ ഉമ്മാനെ ഒരു വിസിറ്റ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഒരു സുഖത്തിലാണ്, ആ സുഖം നിങ്ങളൊക്കെ ഒന്ന് അനുഭവിക്കുന്നു പറയാൻ ഒരു മകന്, എനിക്ക് നിങ്ങൾക്ക് ഭാഗ്യമില്ലെങ്കിൽ സഹോദരങ്ങളെ മനസ്സിലാക്കണം, സ്വർഗം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. മാതാപിതാക്കളുടെ ഇഷ്ടമാണ് അള്ളാന്റെ ഇഷ്ടം. മാതാപിതാക്കളുടെ കോപമാകും അള്ളാഹ്. പലപ്പോഴും വിശദീകരിച്ചതാണ്. ആവർത്തിച്ചുകൊണ്ട് സത്യം പറഞ്ഞപ്പോ ഞാൻ ആ വിഷയം ഒന്നുകൂടി നിങ്ങളോട് പുതിയ കാര്യങ്ങൾ പറയാൻ. പുതിയ കാര്യങ്ങൾ പറയുമ്പോൾ അത് ഇസ്ലാമിൽ പെടില്ല. നമുക്ക് പറയാനുള്ളത് എന്താണ്? ഈ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ലോകത്തിന് ഇല്ലാത്തതാണല്ലോ. മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ ഇന്ന് വളരെ വളരെ മോശപ്പെട്ട അവസ്ഥ. രാജ്യത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്ന വൃദ്ധസദനങ്ങൾ, ചില പഞ്ചായത്ത്, നമ്മുടെ കേരളത്തിലൊക്കെ ചില പഞ്ചായത്തിലെ പ്രസിഡന്റുമാരൊക്കെ പറയാനുള്ളത്, നമുക്കിപ്പോ എല്ലാതും ഉണ്ട് ഇവിടെ, പക്ഷെ ഒരു വൃദ്ധസദനം ഇല്ലാതെ വല്ലാത്ത മോശമാണ്. അടുത്ത പഞ്ചായത്തിൽ വൃദ്ധസദനം. നമ്മൾ മനസ്സിലാക്കണം, ഒരു വൃദ്ധസദനം ഊടുപോലെ കേരളത്തിൽ മുളച്ചു കൊണ്ടുകയാണ്. മുമ്പൊക്കെ നമ്മളെ മുസ്ലിങ്ങളായ ആളുകളെ പറ്റി അഭിപ്രായമാണ് വാപ്പാനിമാരും എന്തായാലും വാപ്പാനിമാരും നോക്കുന്ന കുട്ടികളാണവർ. പക്ഷെ ഇന്നിപ്പോ സ്വന്തം മാതാവിനോടും പിതാവിനോടുള്ള ബന്ധം വളരെ ശിഥിലമായ ഒരവസ്ഥ. ഞാൻ പറഞ്ഞു, അയൽപ്പക്ക ബന്ധം, സുഹൃത്തുക്കളുമായ ബന്ധം, ഇതൊക്കെ ശിഥിലമായാൽ നമുക്കൊരു പക്ഷേ നമ്മുടെ അതൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും. പക്ഷേ സ്വന്തം പിതാവിന്റെ ചരിത്രം ഇബ്രാഹിം ശിർക്കിന്റെ അടയാളമായി, അതിന്റെ പ്രതീകമായി, അതിന്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമായ ഇബ്രാഹിം നബിയുടെ വാപ്പാനോട് വളരെ മര്യാദയ്ക്ക് ഈ ശിർക്ക് ഒഴിവാക്കണം എന്നല്ല അദ്ദേഹം പറയുന്നത്. ഇബ്രാഹിം പറഞ്ഞത് യാ അബത്, പ്രിയപ്പെട്ട ഉപ്പ. എന്താണ് ആ വിളി? പല ശൈലിയിലും അമ്മിയാക്കന്മാർക്ക് ജനങ്ങളോട് സംവദിക്കാം. പക്ഷേ ഇത് ഈ പ്രവാചകന്റെ പിതാവാണ് എന്നൊരു ഖുർആൻ പറഞ്ഞത് യാ അബത്. യാ അബത്തിനോട് ഏറ്റവും ബഹുമാനത്തിലുള്ള വിളിയാണ്. അപ്പൊ ഇബ്രാഹിം നബി വാപ്പാൻ ആദരിക്കാൻ കാരണം എന്താണ്? ആ രക്തത്തിൽ പിറന്നവനാണ് ഇബ്രാഹിം. അതുകൊണ്ടാണ്
അപ്പൊ ഒരു മുസ്ലിമും അമുസ്ലിമും തമ്മിലുള്ള ബന്ധവും പോലും ഇല്ലാതെ ആദർശത്തിന്റെ വരമ്പുകൾ മാറ്റിവെച്ചുകൊണ്ട് ഇത് എന്റെ വാപ്പയാണ്, ഇത് എന്റെ ഉമ്മയാണ്. സഹോദരങ്ങളെ, നമ്മളും നമ്മുടെ ഉമ്മയും അതുപോലെ തന്നെ വാപ്പയും ഒക്കെ ഉള്ള ഒരു ബന്ധം, കുടുംബജീവിതം എന്നൊക്കെ പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ പറയാറുള്ളത് അതൊരു ഭാര്യ, ഒരു ഭർത്താവ്, കുറച്ച് കുട്ടികൾ, കടുകുടും. ഇത് ഇസ്ലാമിലെ കുടുംബജീവിതം എന്ന് പറയുന്ന സത്യത്തിൽ നമ്മുടെ വാപ്പയും ആണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഈ വാലിദീന ഒരുപക്ഷെ രണ്ടാളും അല്ലെങ്കിൽ ഒരാളും, അധികം ആൾക്കാർക്കും വാപ്പയായിരിക്കും നൽകാം. രണ്ടാളും ഒരുമിച്ച് ഒരു കിടക്കയിൽ ഒരു പായയിൽ കിടന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥ വരില്ല. ചിലപ്പോ ഖുർആൻ പറഞ്ഞു, ചിലപ്പോ രണ്ടാളും നിങ്ങളെ സാന്നിധ്യം കൊതിക്കുന്നവരായിരിക്കും. അഹദുഹുമാ ഔ കിലാഹുമാ, അല്ലെങ്കിൽ ഒരാളായിരിക്കും വാപ്പയായിരിക്കും, വാപ്പാനെ കാണാത്ത ആളുകൾ. ചിലപ്പോ ഉമ്മയായിരിക്കും നമ്മൾ അടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എന്ന അറബി വാക്കിന്റെ വാക്ക് ഏറ്റവും ചെറിയൊരു വാക്കാണ്. മറ്റൊരു മനുഷ്യനെ വർദ്ധിക്കുന്ന ഏറ്റവും ചെറിയ വാക്ക്, അതിലപ്പുറം ഒരു വാക്കില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഏറ്റവും ഒരു ചെറിയ വാക്ക് പോലും മലയാളികളാണെങ്കിൽ മലയാളം, ഒരു കണ്ണുകൊണ്ടുള്ള ഒരു മുഖഭാവം, നമ്മുടെ കൈ കൊണ്ടുള്ള ഒരു ആംഗ്യം, ഇതൊക്കെ ഉപ്പ് എന്ന വാക്കിൽ കൊടുക്കുന്നതാണ് പണ്ഡിതന്മാർ അവർക്ക് ഇഷ്ടപ്പെടാതെ. നോക്കണം, അത് പറയരുത്. ഇവിടെ തെന്നാറുമ അവരെ വിരക്കരുത് എന്ന് പറഞ്ഞാൽ വാപ്പാനും ഇമ്മാനും വരുത്തുന്ന കുട്ടികളുണ്ടാവും. എന്നിട്ടാൽ അവരോട് മാന്യമില്ലാത്ത വാക്കുകൾ, ഉല്ലവുമാ കൗലം കരീമ, മാന്യമായ വാക്ക് പറഞ്ഞ പണ്ഡിതന്മാർ വിശദീകരിച്ചത് വളരെ കോപിക്കുന്ന മുൻകോപക്കാരനായ ഒരു യജമാനന്റെ ഒരു കഫീലിന്റെ മുമ്പിൽ നമ്മൾ പറയാം, എങ്ങനെയായിരിക്കും ഒരു സെർവന്റ് നിൽക്കേണ്ടത് അതുപോലെ വളരെ അടങ്ങി ഒതുങ്ങി എന്നാണല്ലോ ആ വാക്കിൽ അർത്ഥം. നിങ്ങളുടെ സ്നേഹത്തിൽ നിന്ന് ഉണ്ടാകുന്ന കാരുണ്യത്തിന്റെ ചിറക് നിങ്ങൾ അവർക്ക് പിരിച്ചു കൊടുക്കണം. പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ട് ഈ ആയത്ത് സ്നേഹത്തിൽ നിന്നുണ്ടാകണം. കുറച്ച് പൈസയുടെ വാപ്പാന്റെ കയ്യിൽ, അത് തട്ടിയെടുക്കാനുള്ള സ്നേഹമല്ല. ചില ആൾക്കാർ ഉമ്മാനോട് സ്നേഹമായിരിക്കും, ഉമ്മാക്ക് കുറച്ച് സ്നേഹമുണ്ടാവും, വാപ്പാനൊരു വില ഉണ്ടാവില്ല. അതല്ല, മിന തുല്യ എന്നാണ് ഖുർആൻ. സ്നേഹത്തിൽ നിന്ന് നിങ്ങളിൽ നിന്ന് ഉണ്ടായ ആ ചെറു കൊണ്ട് നിങ്ങൾ അവരെ കൂട്ടി കിടക്കണം. വല്ലാത്തൊരു വാക്ക്. ഒരു കള്ളക്കോഴി കുട്ടികളെ എങ്ങനെ കൊണ്ടുനടക്കണം, ആ രൂപത്തിൽ കൊണ്ടുനടക്കണം. അന്ത്യനാളിന്റെ അടയാളങ്ങളെ വിശദീകരിക്കുകയും പറഞ്ഞു. മറ്റൊരു റിപ്പോർട്ടിൽ അടിമത്തെ യജമാനൻ പറഞ്ഞാൽ പണ്ഡിതന്മാരെ വിശദീകരിച്ചാൽ അന്ത്യനാളിൽ കുട്ടികളെ മുമ്പിൽ വേലക്കാരെ പോലെ അടിമകളെ പോലെ വാപ്പാരെ കഴിയും. നമുക്ക് ടി വി ഓൺ ചെയ്യേണ്ടി വരും, വാപ്പാക്ക് എതിർപ്പായിരിക്കും. ഏതുവരെ വെച്ചാൽ കേരളത്തിലെ സമൂഹത്തിൽ, വിദ്യാഭ്യാസമുള്ള സമൂഹത്തിൽ അടുത്ത കാലത്തുന്ന സംഭവം നമുക്കറിയാം. സ്വന്തം മകന്റെ ഭാര്യ പിതാവിനെ പണിയെടുത്ത് സംഭവമുണ്ടല്ലോ കേരളത്തിൽ. എതിരായത് കാരണം അവരുടെ സ്വൈരവിഹാരം, അവരുടെ കുടുംബജീവിതത്തിൽ ഒരു പിതാവ്, ഒരു വൃദ്ധയായ ഒരു മാതാവ് തടസ്സം നിൽക്കുന്ന ഒരു അവസ്ഥ. അപ്പോ ആ മാതാവിനെ പരലോകത്തിലേക്ക് അയച്ചു. ഇങ്ങനെ കേരളീയ സമൂഹ ലോകത്തിലെ ഏറ്റവും വലിയ അക്ഷരജ്ഞാനമുള്ള സാക്ഷരരായ ആൾക്കാർ അവസ്ഥയിലുണ്ട്. ബാക്കിയുള്ള ആൾക്കാർ അവസ്ഥ പറയണ്ട. സ്വന്തം വാക്കിൽ നിന്നൊക്കെ നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മുടെ ഭാര്യയുമായി സംഭവിക്കാൻ തടസ്സമാകും. അപ്പ മക്കള് പറഞ്ഞത് കേൾക്കേണ്ട ഒരവസ്ഥയിലേക്ക് അന്ത്യനാളിനോട് അടുത്ത് വരുന്നത് സംഭവിച്ചു. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വിഷയം വളരെ ഗൗരവത്തിലെടുക്കണം. നമ്മുടെ ബന്ധങ്ങളൊക്കെ ചേർന്നതൊക്കെ നല്ലതാണ്. ചെറുകായിമാരോട് ബന്ധം വേണം, ഭാര്യയോട് ബന്ധം വേണം, അയൽപ്പക്ക ബന്ധം വേണം. പക്ഷേ നമ്മുടെ വാപ്പാനോടും ഉമ്മാനോടും ഇല്ലാത്ത ഒരു ബന്ധമാണ് നമുക്ക് അതിനധികമാണ് ഇവരോടൊക്കെ ഉള്ള ബന്ധമെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹുവും നമ്മളും തമ്മിൽ യാതൊരു നീക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നല്ല കുട്ടികളിൽ ഇതുപോലത്തെ ഗാനങ്ങളിൽ അല്ലാഹു നമ്മെയും നമ്മുടെ അടുത്ത് വരുന്ന തലമുറകളെയും ഉൾപ്പെടുത്തി
ജന്നാത്തുൽ ഫിർദൗസ് സുഹദാക്കളും സ്വാലിഹീങ്ങളും സിദ്ദീഖുകളും അംബിയാക്കളും ഉലിയാക്കളും സമയത്ത് അല്ലാഹു നമ്മെ വിധികളായ